ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻ എസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകൻ്റെ പുസ്തകം 34 മുതൽ 40 വരെയുള്ള അധ്യായങ്ങളാണ് നമുക്ക് പഠനഭാഗമായിട്ട് നൽകിയിട്ടുള്ളത്. ഇതിൽ 34-ാമത്തെ അധ്യായമാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. വ്യർത്ഥ സ്വപ്നങ്ങൾ, ദൈവഭയം, യഥാർത്ഥ ഭക്തി എന്നീ 3 തലക്കെട്ടോടുകൂടിയ 34-ാം അധ്യായത്തിലെ 31 വചനഭാഗങ്ങളാണുള്ളത്. നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് പോകാം. ചോദ്യം 1. വ്യർത്ഥവും നിരർത്ഥകവുമായ പ്രതീക്ഷകൾ ആരുടേത്? അവിവേകിയുടെ. 2. അവിവേകിയുടെ പ്രതീക്ഷകൾ എങ്ങനെയുള്ളതാണ്? വ്യർത്ഥവും നിരർത്ഥകവുമായത്. 3. ഭോഷന്മാർക്ക് ചിറക് നൽകുന്നത് എന്ത്? സ്വപ്നങ്ങൾ. 4. ഡാഷ് ഭോഷന്മാർക്ക് ചിറക് നൽകുന്നു. സ്വപ്നങ്ങൾ. സ്വപ്നങ്ങൾ ഭോഷന്മാർക്ക് ചിറക് നൽകുന്നു. 5. നിഴലിനെ പിടിക്കുന്നവനെ പോലെ ആരെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ. 6. സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ എന്തിനെ അനുധാവനം ചെയ്യുന്നത് പോലെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? കാറ്റിനെ. 7. കാറ്റിനെ അനുധാവനം ചെയ്യുന്നവരോടും നിഴലിനെ പിടിക്കുന്നവനോടും പ്രഭാഷകൻ താരതമ്യം ചെയ്യുന്നത് ആരോടാണ്? സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവനോട്. 8. യഥാർത്ഥ മുഖത്തിൻ്റെ പ്രതിച്ഛായ മാത്രമാണെന്ന് പ്രഭാഷകൻ പറയുന്നത് എന്ത്? സ്വപ്നത്തിലെ ദർശനം. 9. ഗർഭിണിയുടെ ഭാവന പോലെ മിഥ്യയായിരിക്കുന്നത് എന്തെല്ലാം? ശകുനം, നിമിത്തം, സ്വപ്നം. ഒന്നുകൂടെ പറയാം. ഗർഭിണിയുടെ ഭാവന പോലെ മിഥ്യയായിരിക്കുന്നത് എന്തെല്ലാം? ശകുനം, നിമിത്തം, സ്വപ്നം. 10. അത്യുന്നതങ്ങളിൽ നിന്നുള്ള ദർശനമല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യാനാണ് പ്രഭാഷകൻ പറയുന്നത്? അവഗണിക്കാൻ. 11. അവഗണിക്കണം എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്ത്? അത്യുന്നതനിൽ നിന്നുള്ള ദർശനമല്ലെങ്കിൽ. 12. അനേകരെ വഞ്ചിച്ചിട്ടുള്ളതായി പ്രഭാഷകൻ പറയുന്നത് എന്ത്? സ്വപ്നങ്ങൾ. 13. സ്വപ്നങ്ങളിൽ ആശ്രയിച്ചിട്ടുള്ളവർക്ക് സംഭവിച്ചത് എന്ത്? പരാജയം. 14. സ്വപ്നങ്ങൾ അനേകരെ വഞ്ചിച്ചിട്ടുണ്ട്. അത്തരം വഞ്ചനകൾ കൂടാതെ എന്ത് നിറവേറ്റാം എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? നിയമം. 15. വിജ്ഞാനത്തിന് പൂർണ്ണത ലഭിക്കുന്നത് എവിടെ? സത്യസന്ധമായ ചുണ്ടുകളിൽ. 16. സത്യസന്ധമായ ചുണ്ടുകളിൽ പൂർണ്ണത ലഭിക്കുന്നത് എന്തിന്? വിജ്ഞാനത്തിന്. 17. വളരെ കാര്യങ്ങൾ അറിയുന്നത് ആര്? വിദ്യാസമ്പന്നൻ. 18. അനുഭവസമ്പന്നൻ സംസാരിക്കുന്നത് എങ്ങനെ? വിവേകത്തോടെ. 19. അറിവ് കുറയുന്നത് ആർക്ക്? അനുഭവജ്ഞാനമില്ലാത്തവർക്ക്. 20. കഴിവുറ്റവനാകുന്നത് ആര്? യാത്ര ചെയ്തിട്ടുള്ളവൻ. 21. ഞാൻ വളരെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പ്രഭാഷകൻ പറയുന്നത് എപ്പോൾ? യാത്രയിൽ. 22. എന്തിനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രഹിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ. 23. പലപ്പോഴും മാരണമായ അപകടങ്ങളിൽപ്പെട്ടപ്പോൾ എന്നെ രക്ഷിച്ചതായി പ്രഭാഷകൻ പറയുന്നത് എന്ത്? അനുഭവജ്ഞാനം. 24. ദൈവഭക്തൻ്റെ പ്രത്യാശ എവിടെയാണ്? അവൻ്റെ രക്ഷകനിൽ. 25. അധീരനാവുകയോ ഭയപ്പെടുകയോ ഇല്ല എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരാണ്? കർത്താവിനെ ഭയപ്പെടുന്നവൻ. 26. കർത്താവിനെ ഭയപ്പെടുന്നവൻ്റെ
പ്രത്യാശ എവിടെയാണ്? അവൻ്റെ രക്ഷകനിൽ. 27 ദൈവഭക്തൻ്റെ ആത്മാവ് എങ്ങനെയുള്ളതാണ്? അനുഗ്രഹീതമാണ്. 28 34 അധ്യായം 6 വാക്യത്തിന് സമാനമായിട്ടുള്ള വചനഭാഗം ഏതാണ്? ജോബിൻ്റെ പുസ്തകം 33 അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. 29 34 അധ്യായം 16 വാക്യത്തിന് സമാനമായിട്ടുള്ള വചനഭാഗം ഏതാണ്? സങ്കീർത്തകൻ്റെ പുസ്തകം 33 അധ്യായം 18 വാക്യം. 30 കർത്താവ് കടാക്ഷിക്കുന്നത് ആരെയാണ്? തന്നെ സ്നേഹിക്കുന്നവരെ. 31 തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നത് എങ്ങനെ? അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും, ചുടുകാറ്റിൽ അഭയകേന്ദ്രവും, പൊരുവെയിലിൽ തണലുമായിട്ട്. ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. ഇങ്ങനെയാണ് തന്നെ സ്നേഹിക്കുന്ന ഓരോരുത്തരെയും ദൈവം കാത്തുരക്ഷിക്കുന്നത്. 32 ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത് ആര്? കർത്താവ്. 33 കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് പ്രദാനം ചെയ്യുന്നത് എന്തെല്ലാം? അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. 34 അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി എങ്ങനെയെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? അത് പങ്കിലമാണ്. 36 ആരുടെ കാഴ്ചകളാണ് സ്വീകാര്യമല്ല എന്ന് പ്രഭാഷകൻ പറയുന്നത്? നിയമനിഷേധകൻ്റെ. 37 ആരുടെ ബലികളിലാണ് കർത്താവ് പ്രസാദിക്കാത്തത്? ദൈവഭക്തിയില്ലാത്തവൻ്റെ. 38 അവൻ എത്ര ബലിയർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. ആരുടെ ബലികളിലാണ് ഇത്തരം സമീപനം കർത്താവ് സ്വീകരിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ദൈവഭക്തിയില്ലാത്തവൻ്റെ. 39 ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവനെ എന്തിനോടാണ് പ്രഭാഷകൻ താരതമ്യം ചെയ്തിരിക്കുന്നത്? പിതാവിൻ്റെ മുൻപിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനോട്. 40 34 അധ്യായം 18 വാക്യത്തിനോട് സമാനമായ വചനഭാഗം സുഭാഷിതൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തിരിക്കുന്നത് ഏതാണ്? സുഭാഷിതം 21:27. 41 ദരിദ്രൻ്റെ ആഹാരം എന്താണ്? അവൻ്റെ ജീവൻ. 42 അവൻ്റെ തന്നെ ജീവൻ ആഹാരമാക്കിയിരിക്കുന്നത് ആരാണ്? ദരിദ്രൻ. 43 ദരിദ്രൻ്റെ ജീവൻ അപഹരിക്കുന്നതിന് പ്രഭാഷകൻ വിളിക്കുന്ന പേരെന്താണ്? കൊലപാതകി. 44 അയൽക്കാരൻ്റെ ഉപജീവന മാർഗത്തെ തടയുന്നവന് പ്രഭാഷകൻ അവൻ എന്തു ചെയ്യുന്നു എന്നാണ് പറയുന്നത്? അവനെ കൊല്ലുന്നു എന്ന്. 45 പ്രഭാഷകൻ്റെ അഭിപ്രായത്തിൽ വേലക്കാരൻ്റെ കൂലി കൊടുക്കാതിരിക്കുന്നത് എന്താണ്? രക്തച്ചൊരിച്ചിൽ. 47 34 അധ്യായം 26 വാക്യത്തിന് സമാനമായ വചനഭാഗം ഏതാണ്? ഏശയ്യായുടെ പുസ്തകത്തിലെ 58 അധ്യായം 3 വാക്യം. 48 പൂരിപ്പിക്കാനുള്ളൊരു ചോദ്യമാണ്. ഒരുവൻ പണിയുന്നു, അപരൻ നശിപ്പിക്കുന്നു. ഡാഷ് അല്ലാതെ അവർക്ക് എന്ത് ലാഭം? അധ്വാനമല്ലാതെ. 49 ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അപരൻ നശിപ്പിക്കുന്നു. തുടർന്ന് വരുന്ന വചനഭാഗം ഏതാണ്? ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക? 50 വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് പ്രഭാഷകൻ ചോദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ എന്ത് പ്രയോജനം എന്നാണ്
പ്രഭാഷകൻ ചോദിക്കുക. 51. പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്ത് നേടി? ഈ വചനഭാഗം പ്രഭാഷകന്റെ പുസ്തകം 34-ാം അധ്യായത്തിലെ എത്രാമത്തെ വചനമാണ്? 31-ാമത്തെ വചനം. 51 ചോദ്യോത്തരങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ വചനഭാഗങ്ങളും നന്നായി വായിച്ചതിന് ശേഷം മാത്രം നമ്മുടെ ചോദ്യോത്തരങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലാക്കാനും അത് ഓർത്തിരിക്കാനും സാധിക്കും. ചേർന്നിരിക്കുന്നവർ എല്ലാ ആഴ്ചയിലെയും ചൊവ്വാഴ്ച 9:30 നടത്തുന്ന പരീക്ഷയിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.